ഹായ് ഫ്രണ്ട്സ്, ഇൻഫിനിറ്റി കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഏകദേശം 150 രൂപ വില വരുന്ന ഗ്യാസ് ലൈറ്ററുകളുടെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ ഗ്യാസ് ലൈറ്ററുകളെല്ലാം തന്നെ നമ്മൾ ഉപയോഗിച്ച് നോക്കി നമുക്ക് അതിന് തോന്നിയിരിക്കുന്ന നല്ല കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ പോരായ്മകളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ കണ്ടുവരുന്ന സാധാ ട്രഡീഷണൽ ലൈറ്ററിലേക്ക് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഏകദേശം ഒരു ലൈഫ് പറയുന്നത് 1 വർഷത്തോളമാണ് നമുക്കിതിന് ലൈഫ് കിട്ടുന്നത്. 1 വർഷം കഴിയുമ്പോൾ ഇതിന് കംപ്ലൈൻറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റുകൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്ററിൻ്റെ അകത്ത് ഇതിന് സ്വിച്ച് വരുന്നത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അതിന് തേയ്മാനം സംഭവിക്കുന്നത് മൂലം ഇത് കറക്റ്റായിട്ട് പ്രസ് ചെയ്യുമ്പോൾ സ്പാർക്ക് വരാത്തതാണ് ഇതിനൊരു കംപ്ലൈൻ്റ് ആയിട്ട് കണ്ടുവരുന്നത്. അപ്പം അങ്ങനെ സ്പാർക്ക് വരാത്തത് മൂലം നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് കത്തിക്കാൻ ഒരു ഡിലേ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് ഇത് കത്തുന്ന സമയത്ത് പെട്ടെന്നൊരു ആളൽ പോലെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലൈറ്ററിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തള്ളവിരലുകൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് ഇതേ സ്പാർക്ക് വരത്തുള്ളൂ. അപ്പം അത് പ്രസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നല്ല ബലം കൊടുക്കേണ്ടതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം പ്രായമായ ആളുകൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട്. അടുത്തത് നമുക്ക് ഡോൾഫിൻ എന്ന ബ്രാൻഡിൻ്റെ ബാറ്ററി ഉപയോഗിച്ചുള്ള സ്പാർക്ക് ലൈറ്റർ ഒന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു നമ്മളൊരു മെച്ചമായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പാർക്ക് ഉണ്ടാകുന്നത് വരുന്നത്. അപ്പം ഇത് പ്രായമായ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. വലിയ ബലമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് സ്പാർക്ക് വരുന്നതായിട്ട് കാണാം. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബാറ്ററി ഉപയോഗിച്ചാണ് ഉള്ളത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ബാറ്ററി ഈസിലി അവൈലബിൾ ആണ്. നമ്മുടെ അടുത്തുള്ള കടകളിൽ ഈ AA ബാറ്ററി അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ബാറ്ററി നമുക്ക് തീരുന്ന സമയത്ത് ഈ ബാറ്ററി മാറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 6 മാസത്തിന് വേണ്ടി നമുക്കിതിന് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ഒരു നോർമൽ യൂസൊക്കെ ആണെങ്കിൽ ഒരു 6 മാസത്തോളം നമുക്ക് ഇതിനൊരു ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ടോർച്ച് ഉള്ളതായിട്ട് കാണാം. അപ്പം നമുക്ക് വെട്ടം കുറഞ്ഞ സമയത്തൊക്കെ വേണമെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ ടോർച്ച് കത്തിച്ച് നമുക്ക് ഗ്യാസ് ലൈറ്റർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് അടുത്തതായിട്ട് ക്ലിപ്പർ എന്ന കമ്പനിയുടെ ഗ്യാസ് ഫില്ല് ചെയ്ത് ഉപയോഗിക്കാവുന്ന ലൈറ്റർ നോക്കാം. അപ്പം ഇത് നമുക്ക് ഗ്യാസ് ഫില്ല് ചെയ്ത് ഉപയോഗിക്കുന്ന ലൈറ്ററാണ്. ഇതിന് മെയിനായിട്ട് വരുന്ന സ്വിച്ചാണ് ഗ്യാസ് കത്തിക്കുന്നതിനുള്ള സ്വിച്ച്. അതുപോലെ തന്നെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള സ്വിച്ച്. നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം കുറയുന്നതായിട്ടും കൂടുന്നതായിട്ടും ഒക്കെ കാണാം. അപ്പം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വിറകടുപ്പ് കത്തിക്കാൻ പറ്റും. അതുപോലെ തീപ്പെട്ടിക്ക് പകരം നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് ഈ ഗ്യാസ് ലൈറ്റർ. ഒരു ഫ്ലെയിം ഉപയോഗിക്കുന്ന എന്ത് യൂസിന് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. അതായത് എന്തെങ്കിലും പ്ലാസ്റ്റിക്കൊക്കെ ചൂടാക്കി ഒക്കെ വളയ്ക്കുന്നതിനോ അതുപോലെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് പ്ലാസ്റ്റിക്കിലൊക്കെ ചെറിയ ഹോൾ സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഹോളൊക്കെ ഇടുന്നതിനോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഗ്യാസ് ലൈറ്റർ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സാധാരണയായിട്ട് ഒരു നോർമൽ യൂസൊക്കെ ആണെങ്കിൽ ഒരു 3-4 മാസം നമുക്കിതിൻ്റെ ഗ്യാസ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഗ്യാസ് തീരുകയാണെങ്കിൽ നമുക്കിത് റീഫില്ല് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ റീഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് റീഫില്ലിംഗ് ക്യാൻ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 100 രൂപയോളമാണ് അതിൻ്റെ ക്യാൻ്റെ വില വരുന്നത്. അത് വെച്ച് നമുക്ക് ഏകദേശം ഒരു 50 മാസത്തെ മേളിൽ ഒക്കെ നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കാം. നോർമൽ ലൈറ്റർ ഫില്ല് ചെയ്യുക, അതുപോലെ ഈ ടൈപ്പ് ഗ്യാസ് ലൈറ്ററൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്തിൻ്റെ അളവ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തേരം ഗ്യാസ് മിച്ചമുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇത് തീർന്നു കഴിയുമ്പോൾ നമ്മളിത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഫുള്ള് നിറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഇത് ഗ്യാസ് ഫില്ല് ചെയ്യുന്നവർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ അടുത്ത ഇടയ്ക്ക് ഇറങ്ങിയ റീചാർജബിൾ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്ററാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്യാസ് കത്തിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ ഒരു പേപ്പറൊക്കെ ഉപയോഗിച്ച് നമുക്ക് വിറകടുപ്പ് മുതലായ സാധനങ്ങളൊക്കെ കത്തിക്കാണ്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇതിൻ്റെ ഒരു മെയിനായിട്ട് വരുന്നതിന് 2 സ്വിച്ചുകളാണ് വരുന്നത്. ഇത് ഓൺ ഓഫ് സ്വിച്ചാണ്. അതുപോലെ തന്നെ ഇത് സ്പാർക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഓൺ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചാണ്. നമ്മളിതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം ഈ സ്പാർക്ക് സ്വിച്ച് ഞെക്കി കഴിയുമ്പോൾ സ്പാർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടും. അടുത്ത നമുക്കിത് ഉപയോഗിച്ച് പേപ്പർ കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഈ സ്പാർക്ക് ഓൺ ആക്കിയതിന് ശേഷം ഈ ഫ്ലെയിമിനകത്തോട്ട് നമ്മൾ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. പേപ്പറെ കത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ലൈറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ റീചാർജ് ചെയ്യുന്നത് വരുന്നത് Type-C പോർട്ടാണ് വരുന്നത്. നമുക്കിത് ചാർജ് ചെയ്യുമ്പോൾ എങ്ങനെ ഇതിൻ്റെ നോക്കാം, ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് കേബിൾ കുത്തി കഴിയുമ്പോഴത്തേക്കും ബാറ്ററി ഇതിനകത്ത് 4 പോയിൻ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇതിപ്പം ഏകദേശം 75% ചാർജ് ഉണ്ട്. ഓരോ ലൈറ്റും 25% വീതമാണ് കാണിക്കുന്നത്. ഇതിപ്പം ബ്ലിങ്ക് ആകുന്നത് 75%-നെയാണ്. അപ്പം നമുക്ക് അങ്ങനെ ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഏകദേശം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തോളം മേളിൽ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ 1 മാസത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചാർജിങ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു 2-3 മാസമൊക്കെ ലൈഫ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് അടുത്തായിട്ട് ഓരോ ഗ്യാസ് ലൈറ്റർ കത്തിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ നോർമൽ ഗ്യാസ് ലൈറ്റർ കത്തിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കത്തുന്നതായിട്ട് കാണാം. അപ്പോൾ
നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സ്പാർക്ക് വരാത്തതാണ് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് സ്പാർക്ക് ഉണ്ടായെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന്, അതായത് 2 പ്രാവശ്യം ഇടയ്ക്ക് മാത്രമേ കൃത്യമായിട്ട് സ്പാർക്ക് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ആളൽ പോലെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം, ഈ കൃത്യമായിട്ട് സ്പാർക്ക് വന്നില്ലെങ്കിൽ. നമുക്ക് അടുത്തതായിട്ട് ബാറ്ററി ഇടുന്ന ഗ്യാസ് ലൈറ്ററിനെ ടെസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ജസ്റ്റ് പ്രസ് ചെയ്ത് അന്നേരം കത്തും. സ്പാർക്ക് കൃത്യമായിട്ട് വരുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ബാറ്ററി സ്പാർക്ക് കുറഞ്ഞാൽ തന്നെ നമുക്കിതിന് അറിയാൻ പറ്റും. പുതിയ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ റെഡിയാകും. അടുത്ത നമുക്ക് ഗ്യാസ് റീഫിൽ ചെയ്ത് നിറയ്ക്കുന്ന ഗ്യാസ് ലൈറ്റർ ഉപയോഗിച്ച് അങ്ങനെ കത്തിക്കുന്നത് നോക്കാം. ഇത് കത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ തീ കത്തി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്യാസ് അടുപ്പ് ഓൺ ആക്കാവുള്ളൂ. പെട്ടെന്ന് കത്തുന്നതായിട്ട് കാണാം. ഇപ്പോൾ തീ കത്തിക്കാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നമ്മൾ ചെരിച്ച് പിടിച്ച് കഴിയുമ്പോൾ കത്തുന്നതിനൊരു ഡിലേ വരും. അപ്പം പെട്ടെന്ന് ഒരു ആളൽ പോലെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കത്തിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കത്തിച്ച് തീ ആയതിനു ശേഷം മാത്രം ഗ്യാസ് അടുപ്പ് ഓൺ ആക്കുക. അടുത്തത് നമുക്ക് ഇലക്ട്രിക് ആർക്ക് ലൈറ്ററിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്പാർക്ക് വരുന്നതാണ്. ജസ്റ്റ് ഇത് മുട്ടിച്ച് കഴിഞ്ഞാൽ അന്നേരം കത്തുന്നതായിട്ട് കാണാം. അപ്പം ഉള്ളതിൽ ഏറ്റവും എളുപ്പം കത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കുന്നത് നമ്മുടെ റീചാർജബിൾ ആയിട്ടുള്ള പുതിയ ടൈപ്പ് ഇലക്ട്രിക് ആർക്ക് ലൈറ്ററാണ്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റർ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ലൈറ്റർ ഗ്യാസ് കത്തിക്കുന്നതിന് വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഈ ലൈറ്ററുകൾ രണ്ടും നമുക്ക് അത്യാവശ്യം തീ കത്തിക്കുന്ന, വിറകടുപ്പ് കത്തിക്കുന്നതിനുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ ഈ ലൈറ്റർ കൃത്യമായിട്ട് നമുക്ക് ഫ്ലെയിം വരുന്നതുകൊണ്ട് ഫ്ലെയിമിൻ്റെ ആവശ്യങ്ങൾക്ക് എല്ലായിടത്തും നമുക്ക് ഈ ലൈറ്റർ ഉപയോഗിക്കാം. ഇത് നമുക്കൊരു പേപ്പറിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് തീ ആക്കിയെടുത്ത് വിറകടുപ്പ് കത്തിക്കുന്നതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ലൈറ്ററിൻ്റെ വില എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പ്ലാസ്മ ആർക്ക് ലൈറ്ററിൻ്റെ വില വരുന്നത് 150 രൂപ റേഞ്ചാണ്. അടുത്തത് ക്ലിപ്പർ എന്ന ബ്രാൻഡിൻ്റെ ഈ ലൈറ്ററിൻ്റെ വില വരുന്നത് 140, 130, 140 രൂപ റേഞ്ചാണ് ഇതിൻ്റെ വില വരുന്നത്. ഈ ഡോൾഫിൻ ബ്രാൻഡിൻ്റെ ലൈറ്ററിന് 120, 130 ആ റേഞ്ചാണ് വില വരുന്നത്. ഈ ലൈറ്റർ ആണെങ്കിൽ ഏകദേശം നമുക്ക് 50 രൂപ റേഞ്ചിൽ നമുക്കിത് കടകളിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഈ ലൈറ്ററുകൾ ഉപയോഗിച്ച് നോക്കിയതിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ലൈറ്റർ ഈ പ്ലാസ്മ ആർക്ക് ലൈറ്ററാണ്. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണ് നമുക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രായമായവർക്കൊക്കെ ഉപയോഗിക്കാൻ ഇതിൻ്റെ സ്വിച്ച് വളരെ സിമ്പിളാണ്. ജസ്റ്റ് വലിയ ബലമൊന്നുമില്ല, ജസ്റ്റ് ഒരു വിരലുകൊണ്ട് തന്നെ അമർത്തിയ സ്പാർക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് വേറെ ഇപ്പം ഈ ലൈറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഗ്യാസ് റീഫിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ബോട്ടിൽ വേണം. പക്ഷേ നമുക്ക് ഈ ലൈറ്റർ ചാർജ് ചെയ്യാൻ നമ്മുടെ മൊബൈൽ ചാർജർ മതി. അപ്പം നമുക്ക് തന്നെ ഇത് ചാർജ് തീർന്നു കഴിഞ്ഞാൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് തോന്നുന്നത് ഈ ലൈറ്ററാണ്. അപ്പം നമുക്ക് ഫ്ലെയിം കത്തിക്കേണ്ട ഒരു ആവശ്യത്തിന് വേണേൽ നമുക്കൊരു പേപ്പറിൻ്റെ സഹായത്തോടെ ഫ്ലെയിം കത്തിക്കാനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ സ്പാർക്ക് ഉപയോഗിക്കുന്നിടത്ത് ഫ്ലെയിമിൻ്റെ ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ ലൈറ്റർ എന്ന നിലയ്ക്ക് ഈ ലൈറ്ററാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ അപ്ലോഡ് ചെയ്ത വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.